നമസ്കാരം. ഇന്നത്തെ 10 പ്രധാന വാർത്തകളിലേക്ക്. ഭൗമരാഷ്ട്രീയത്തെ തന്നെ സ്വാധീനിക്കാൻ കഴിയുന്ന 3 തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷമുള്ളത്. അതിൽ ഇന്ത്യൻ പൊതു തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു. യുകെയിലെ രാഷ്ട്രീയ പാർട്ടികൾ ജനങ്ങളോട് പുലർത്തുന്ന വിശ്വാസ്യതയും നൈതികതയും എത്രത്തോളമാണ് എന്ന് വേർതിരിച്ചു കണ്ട് വിലയിരുത്താൻ ബ്രിട്ടനിലെ ജനത ഇന്ന് തങ്ങളുടെ സമ്മതിദാന അവകാശം വിനിയോഗിക്കുകയാണ്. ഈ വർഷം പോളിംഗ് ബൂത്തിലേക്ക് പോകുന്ന ബ്രിട്ടൻ ജനതയ്ക്ക് ചരിത്രത്തിൽ ആദ്യമായാണ് വോട്ട് ചെയ്യുന്നതിന് ഫോട്ടോ ഐഡന്റിറ്റി കാർഡ് നിർബന്ധമാക്കിയിരിക്കുന്നത്. തെരഞ്ഞെടുപ്പ് നടക്കുമ്പോഴും കൺസർവേറ്റീവ് പാർട്ടിയുടെ പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കുന്ന വിധത്തിൽ ലീഡ് വർദ്ധിപ്പിക്കുന്നതിനായുള്ള സർവേ ഫലമാണ് പുറത്തുവരുന്നത്. റിഫോം UK പാർട്ടിയിൽ നിന്നും 6 പോയിന്റ് മുമ്പിൽ നിൽക്കുമ്പോഴും 19 പോയിന്റോടെ ലേബർ മുന്നിലാണെന്നാണ് പുറത്തുവരുന്ന സർവേ ഫലം പറയുന്നത്. യുകെയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നതിനിടയിലും പ്രധാന ചർച്ചാ വിഷയമായി ഉയർന്നു വരുന്നത് വിലക്കയറ്റം തന്നെയാണ്. ഉയർന്ന പണപ്പെരുപ്പം മൂലം നിത്യോപയോഗ സാധനങ്ങൾ ഉൾപ്പെടെയുള്ളതിന്റെ വില ഉയരുന്നതാണ് യുകെയിലെ ജനങ്ങളെ ദുരിതത്തിലാക്കുന്നത്. പൊതു തെരഞ്ഞെടുപ്പ് പുരോഗമിക്കുമ്പോഴും ലേബർ പാർട്ടിക്ക് 212 സീറ്റുകളുടെ ഭൂരിപക്ഷം ലഭിക്കുമെന്ന് പ്രവചിച്ചുകൊണ്ട് യുഗോവ് സർവേ ഏതൊരു പാർട്ടിക്കും 1832 ശേഷം ലഭിക്കുന്ന ഏറ്റവും വലിയ ഭൂരിപക്ഷമാണിത്. അമേരിക്കൻ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ നിന്ന് പിന്മാറാൻ ജോ ബൈഡൻ ആലോചിക്കുന്നതായി റിപ്പോർട്ട്. അടുത്ത അനുയായികളോട് ബൈഡൻ ഇക്കാര്യം സംസാരിച്ചതായി ന്യൂയോർക്ക് ടൈംസ് റിപ്പോർട്ട് ചെയ്തു. മണിപ്പൂർ വിഷയത്തിൽ മൗനം ഒഴിവാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. മണിപ്പൂരിൽ സമാധാന അന്തരീക്ഷം പുനഃസ്ഥാപിക്കാൻ നിരന്തര ശ്രമം തുടരുന്നുവെന്നും സംഘർഷം ആളിക്കത്തിക്കുന്നവരെ ജനം തിരസ്കരിക്കുമെന്നും മോദി രാജ്യസഭയിൽ പറഞ്ഞു. ഉത്തർപ്രദേശിലെ ഹത്സാറിൽ മതപരിപാടിക്കിടെ തിക്കിലും തിരക്കിലും പെട്ട് 130 പേർ മരിച്ച സംഭവത്തിൽ ജുഡീഷ്യൽ അന്വേഷണം പ്രഖ്യാപിച്ച് UP സർക്കാർ. ദുരന്തത്തിന് പിന്നാലെ പരിപാടിയുടെ മുഖ്യ സംഘാടകനായ ഭോലെ ബാബ ഒളിവിൽ പോയെന്നാണ് റിപ്പോർട്ട്. 10ാം ക്ലാസ് പാസ്സായ കുട്ടികൾക്ക് എഴുതാനും വായിക്കാനും അറിയില്ലെന്ന മന്ത്രി സജി ചെറിയാന്റെ പ്രസ്താവന സംസ്ഥാന സർക്കാരിന്റെ നിലപാടല്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി. കഷ്ടപ്പെട്ട് പഠിച്ചാണ് കുട്ടികൾ 10ാം ക്ലാസ് പരീക്ഷ പാസ്സാകുന്നതെന്നും അതുകൊണ്ടാണ് അവർക്കെല്ലാം +2 പഠനത്തിനുള്ള അവസരം സർക്കാർ ഒരുക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. കേരളത്തിൽ വീണ്ടും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണം. കോഴിക്കോട് ഫറോക്ക് സ്വദേശി മൃദുലാണ് മരിച്ചത്. 11 വർഷത്തെ ICC കിരീട വരൾച്ചയ്ക്ക് വിരാമമിട്ടാണ് ടീം ഇന്ത്യ ഇത്തവണ 2020 ലോക കിരീടമുയർത്തിയത്. ഫൈനലിനു ശേഷം വന്ന ICC റാങ്കിങ്ങിലും മുന്നേറ്റം കാഴ്ചവെച്ചിരിക്കുകയാണ് ഇന്ത്യയുടെ ഓൾറൗണ്ടർ ഹാർദിക് പാണ്ഡ്യ. 2020 ഓൾറൗണ്ടർമാരുടെ പട്ടികയിൽ 2 സ്ഥാനം മെച്ചപ്പെടുത്തി ഒന്നാമനായിരിക്കുകയാണ് ഹാർദിക്. ഇതോടെ ഇന്നത്തെ 10 പ്രധാന വാർത്തകൾ ഇവിടെ പൂർണ്ണമാകുന്നു. നന്ദി. കൂടുതൽ വാർത്തകൾക്കും വിശദ വിവരങ്ങൾക്കും ആനന്ദ് TV UK ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. ഒപ്പം ആനന്ദ് TV മൊബൈൽ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് സൗജന്യമായി ആസ്വദിക്കും.